ഹായ് നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പ്രമാണം എന്ന കീറാമുട്ടിയെ കുറിച്ചാണ്. സാധാരണക്കാരൻ്റെ അടുത്ത് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരേ ഒരു സാധനം എനിക്ക് തോന്നുന്നു ലോകത്ത് ഉള്ളത് ഇന്ത്യയിലെ പ്രമാണങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരനെ വായിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, കട്ടപ്പോയപ്പോൾ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിലിരിക്കുന്ന പ്രമാണം എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കത് വായിച്ച് എന്തെങ്കിലും മനസ്സിലാവുമോ? ഒരു ആധാരം എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ കൊണ്ട് കൊടുത്തെങ്കിലേ നമുക്കത് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. എന്താണ് ഇതിന്റെ കാരണം, എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പരമാവധി നമ്മുടെ പുതുതലമുറയ്ക്ക് ജെൻസിക്ക് ഇത് അയച്ചു കൊടുക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹരി ധർമ്മരാജൻ, ഇന്റീരിയർ ഡിസൈനർ ആൻഡ് സിവിൽ കോൺട്രാക്ടർ. എന്തുകൊണ്ടാണ് പ്രമാണം ഇത്രയും കടുകട്ടിയായിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ ഇത് ഒരു വെറും ബ്ലാങ്ക് ആവും അല്ലേ, കട്ടപ്പുകയായിട്ട്. എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളാരും അതിന് മെനക്കെടില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ എഴുതിയെങ്കിൽ പ്രമാണം ആകും എന്നുള്ളതാണ് നമ്മളെയൊക്കെ ചിന്ത. എല്ലാവരും ധരിച്ചു വെച്ചിരുന്ന പോലെയാണ് ഞാനും ധരിച്ചു വെച്ചത്. പ്രമാണത്തിൻ്റെ ഫോർമാറ്റ് ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഈയിടയ്ക്ക് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ന്യൂട്ടൻസ് പിടിയിട്ടു. സുപ്രീം കോടതിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങളാണ് ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് പിന്തുടരുന്നത്. സുപ്രീം കോടതി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയോടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും തിരുത്തി എഴുതാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി ചോദിച്ചത്. സെഞ്ചുറി ഓൾഡ് കൊളോണിയൽ ഇറ ലോസാണ് ഇപ്പോഴും പിന്തുടരുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്നാണ് രൂപം കൊണ്ടത്. വസ്തു കൈമാറ്റ നിയമം 1882 രൂപം കൊണ്ടത്. ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കിയത്. അതുപോലെ രജിസ്ട്രേഷൻ ആക്ട് 1908, സ്റ്റാമ്പ് ആക്ട് 1899. 144 വർഷം കണ്ടായി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് വന്നത്. ഈ 144 വർഷം മുമ്പുള്ള വിഴുപ്പാണ് ഇപ്പോഴും ചുമക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ബ്രിട്ടീഷുകാർ എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്, ഈ രാജ്യത്ത് ജനങ്ങളോട് ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കാര്യം, ഒരു നാടിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ അടക്കി ഭരിക്കാമെന്ന്, എങ്ങനെ അവനെ ഇരുട്ടിൽ നിർത്താമെന്ന്, എങ്ങനെ അവനെ ചവിട്ടി അരയ്ക്കാമെന്ന്, എങ്ങനെ അവനെ ഇവരെ പുറകെ നടത്താമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ബ്രിട്ടീഷുകാർ. സഹിക്കാൻ വയ്യാതായിട്ടാണല്ലോ നമ്മൾ അവരെ ഇവിടെ ഓടിച്ചത്. ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണല്ലോ നമ്മൾ 100 വർഷം എടുത്ത് മഹാത്മാഗാന്ധിയൊക്കെ അവസാനം ഇന്ത്യയിൽ നിന്ന് ഇവരെ ഇന്ത്യയിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടത്. പക്ഷെ ബ്രിട്ടീഷുകാർ സാങ്കേതികമായി ഇന്ത്യ വിട്ടുപോയി. പക്ഷെ അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ നിയമങ്ങൾ എന്ന രൂപത്തിൽ അവരിപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഈ നിയമങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തികച്ചും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിയമങ്ങളായിരിക്കുമല്ലോ അവർ എഴുതി വെച്ചിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളായിരിക്കും. കാരണം ഒരു ജനതയെ അടക്കി ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർ സൃഷ്ടിച്ചതാണ് ജില്ലാ കളക്ടറേറ്റ്, ഈ റവന്യൂ, ഈ വില്ലേജ് ഓഫീസറൊക്കെ അവർ സൃഷ്ടിച്ചതാണ്. അപ്പം അവിടുത്തെ ആ ഓഫീസുകളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല. ആ ഓഫീസുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ ബ്രിട്ടീഷ് റൂൾ പ്രകാരമാണ്, ആ നിയമങ്ങൾ പ്രകാരമാണ്. അതാണ് കോടതി ചോദിച്ചത്, ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് എടുത്ത് കളഞ്ഞൂടെ എന്നാണ് കോടതി ചോദിച്ചത്. കാരണം കോടതി അതിന് കുറച്ചും കൂടെ ശക്തമായിട്ട് പറഞ്ഞത്, കോടതി വളരെ കൃത്യമായിട്ടാണ് അത് വിലയിരുത്തി അതിന്റെ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കോടതി പറഞ്ഞത്, ഇന്ത്യയിൽ ഒരു വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യൻ കടന്നു പോകുന്ന അവസ്ഥയെ കുറിച്ച് കോടതി പറഞ്ഞു. ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. ഒരു ട്രോമ കണ്ടീഷനിൽ കൂടെ ആയിരിക്കും ഒരാൾ കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വസ്തു വിൽക്കാൻ പോകുന്നവരും ഈ ബാങ്ക് ലോണൊക്കെ വെക്കാൻ പോകുന്നവരും ഈ ലീഗൽ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസ് വരുമ്പോൾ, ഒരു ഇഷ്യൂസും കുരികരിക്കുമ്പോൾ അടുത്ത ഇഷ്യൂസ് വരും, അടുത്ത ഇഷ്യൂ വരുമ്പോൾ അത് കുരികരിക്കുമ്പോൾ അടുത്തത് വരും. അങ്ങനെ കയറി ഇറങ്ങി വില്ലേജ് ഓഫീസിലും രജിസ്ട്രാർ ഓഫീസിലും കയറി ഇറങ്ങി ഒഴയുന്ന എത്രയോ പേര് നമുക്കറിയാവുന്നവരുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ചെയ്യാൻ പറഞ്ഞ 100,000 കമന്റുകൾ ഈ വീഡിയോ കാണുന്നവർ, ആ അനുഭവമുള്ളവരുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ, ആ അനുഭവമുള്ളവരോട് നമുക്കൊന്ന് പറഞ്ഞാൽ, നിങ്ങളത് കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 100,000 കമന്റുകൾ കാണും. ഇവിടെ കാരണം എന്താണെന്ന് കോടതി നിരീക്ഷിച്ചപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട്
ഇന്ത്യയിൽ വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒട്ടും എളുപ്പമല്ല എന്നാണ് കോടതി പറയുന്നത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി ഈ 21st സെഞ്ചുറിക്ക് അനുസൃതമായി ഇതിനെ ഒളിച്ചെഴുതണമെന്നാണ് കോടതി പറഞ്ഞത്. റീസ്ട്രക്ചർ ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത്. അതിന് കോടതി നിർദ്ദേശിച്ചത് ഒരു ബ്ലോക്ക് ചെയിൻ ടൈപ്പ് ടെക്നോളജിയിലേക്ക് ഈ ഡോക്യുമെന്റേഷൻ എല്ലാം കൊണ്ടുവരണമെന്നാണ് ഈ മുൻ പ്രമാണങ്ങളും എല്ലാം. അപ്പം സാധാരണക്കാർക്ക് ഇപ്പോൾ എടുത്തു വെച്ച് നോക്കാനും അത് മനസ്സിലാക്കാനും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ല നമ്മൾ ഇതുപോലെ കിടന്ന് നമ്മളിപ്പോൾ ഇരുട്ട് നിൽക്കാമല്ലോ, ഒരു പ്രമാണം ഉണ്ടെങ്കിൽ അതും കൊണ്ട് നമ്മൾ നടന്ന് കുഴയുന്നതല്ലാതെ നമുക്ക് ഭയങ്കര സംശയങ്ങളാണ് അല്ലേ, ഇത് തീരാ സംശയങ്ങളാണ്. അതുപോലെ വിഷയങ്ങളുമാണ്. അത് എന്തെങ്കിലും ഒരു കച്ചവടത്തിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ അപരിഷ്കൃതമായ ഈ നിയമങ്ങളാണ്. കാരണം ഒരു രാജ്യത്തെ എങ്ങനെ അടക്കി ഭരിക്കാമെന്ന് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷുകാർ എഴുതി വെച്ച നിയമങ്ങൾ ബ്രിട്ടീഷുകാരും അവർ പിടിയാളുകളായിരുന്നു അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ. ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയായിരുന്നു. അവരെങ്ങനെ ജനത്തിനെ അടിച്ചമർത്താമെന്നത്, എങ്ങനെ ജനങ്ങളെ ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എങ്ങനെ അവനായിട്ട് കയറ്റി ഇറക്കാമെന്നുള്ള രീതി ഇപ്പോഴും ഇവിടെ നടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇവിടെ സിവിൽ സർവീസിലായാലും. ഇപ്പൊ എന്താ കോടതി പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത് ഈ പ്രമാണത്തിന്റെ നിയമങ്ങൾ 140 വർഷം പഴക്കമുള്ളതാണ്. എത്ര കാലഹരണപ്പെട്ട നിയമങ്ങളായിരിക്കും. എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്, നമ്മളെ സമൂഹത്തിൽ സംഭവിച്ചു, നമ്മുടെ ലോകത്ത് സംഭവിക്കുകയാണ്. എന്നിട്ട് ഇന്നും മാറ്റമില്ലാതെ ഈ 144 വർഷം പഴക്കമുള്ള സാധനം ചുമന്നതാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്. ആ വിഴുപ്പ് ചുമക്കാനുള്ള രീതികളിലാണ് ഇപ്പോഴും ഇന്ത്യൻ ജനങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി സാങ്കേതികമായി, ശരി തന്നെയാണ്. ഇപ്പം ഇത് ഇന്ത്യ തന്നെയാണ്, ഇന്ത്യ ഗവൺമെന്റാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷേ ഈ ഭരിക്കുക എന്ന് പറയുന്ന വാക്ക് പോലും അൺഡെമോക്രാറ്റിക്കാണ്. ഈ ജനാധിപത്യപരമായി ഇതിനെ പൊളിച്ചെഴുതാൻ, ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ഈ നിയമങ്ങളാണ് അതിന്. ജനങ്ങൾക്ക് ജനാധിപത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളാണ് ആദ്യം മാറുന്നത്. ഈ നിയമങ്ങളാണ് ജനാധിപത്യപരമായി വരേണ്ടത്. ജനതയെ പൗരനായി കാണാൻ വേണ്ടിയാണല്ലോ ജനാധിപത്യം തെരഞ്ഞെടുത്തത്. പക്ഷെ ആ ജനാധിപത്യം തെരഞ്ഞെടുത്തെങ്കിലും ഈ ബ്രിട്ടീഷുകാരെ എഴുതിയ നിയമങ്ങളിൽ കൂടാണ് നമ്മളിപ്പോഴും പോകുന്നത്. അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഇപ്പോഴും നമുക്ക് നീതി കിട്ടാത്തത്. നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടത്. ഇപ്പൊ ടെക്നോളജി കൊണ്ടാണ് അത് പരിഹരിക്കുന്നത്. വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പലതും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴി അപ്ലൈ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറുമ്പോൾ സർക്കാർ ഓഫീസിലേക്ക് കടന്ന് നമ്മൾ ചെല്ലേണ്ടി വരുന്നില്ല. അതുകൊണ്ടുള്ള രക്ഷപ്പെടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഇതിനെ മാറ്റിയെഴുതണം. ഈ 21st സെഞ്ചുറിയിലും വികസിത ഇന്ത്യയിൽ, ഡിജിറ്റൽ ഇന്ത്യ, എല്ലാത്തിനും കാർഡ് കൊണ്ട് സേഫ് ചെയ്യുന്ന ഇന്ത്യ, ഈ ഇന്ത്യയിലും അവസ്ഥകളാണ് ഈ പറയുന്നത്. ഒരു വസ്തുവും വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലുള്ള സാധാരണക്കാരന്റെ വിഷയങ്ങളാണ് കോടതി പറഞ്ഞത്. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 144 വർഷം മുമ്പുള്ള നിയമങ്ങളാണ് നമുക്ക് ഈ പ്രമാണം വായിച്ചാൽ മനസ്സിലാവാത്തതിന്റെ മൂലകാരണം. ഇവിടെ 10 വർഷം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്. അതിലെ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ ഒരു വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്നു എന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ പ്രമാണം എല്ലാവർക്കും എഴുതാം. അതിന് ഡോക്യുമെന്റ് റൈറ്റ് വേണം, വക്കീലിനെ തിരക്കി പോകണ്ട. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ തന്നെ അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് എടുത്തു വെച്ചിട്ട് അതിന്റെ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത പ്രമാണമാകും. വേറെ ഇനി നമ്മൾ ആരെ തിരക്കി പോകണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആരും ചെയ്തായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യണം. സാധാരണക്കാരന് പറ്റുന്ന പണിയേ അല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ആരും ഇത് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. ഇത് ചെയ്തിട്ടുണ്ട്. അത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. അല്ലാതെ ഒരു സാധാരണക്കാരനും ഈ സാഹസത്തിന് മുതിർന്നതായിട്ട് എനിക്കറിയില്ല. ആർക്കെങ്കിലും അങ്ങനെ അറിയാമെന്ന് കമന്റ് ചെയ്യാം. അത് നടന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഇപ്പൊ രണ്ടാമത്തെ ഇടതുപക്ഷ സർക്കാർ ആ ഉത്തരവ് പിൻവലിച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ആധാരം എഴുതുന്നവർക്ക്, വക്കീലന്മാർക്ക് മാത്രമാണ് ഇനി മുതൽ പ്രമാണം എഴുതാനുള്ള അവകാശം. അപ്പൊ നമ്മൾ മനസ്സിലായല്ലോ, സാധാരണക്കാരൻ അത് എഴുതാൻ പറ്റിയില്ലാത്തത് കൊണ്ടായിരിക്കാം. സാധാരണക്കാരൻ എഴുതാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളത്. കാരണം ഇത്രയും കടികട്ടിയായിട്ടുള്ള സാധനം നമുക്ക് ആർക്കും എഴുതാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കാലഹരണപ്പെട്ട നിയമങ്ങളായിരുന്നു. ഈ പുതിയ നിയമങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ
ഈ ജനാധിപത്യപരമായി ഉള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എഴുതാൻ പറ്റിയത്. പ്രശ്നം മറ്റേതാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. അപ്പൊ നമ്മളെല്ലാം വസ്തു വാങ്ങുന്നത്, കേരള സംസ്ഥാനത്ത് വസ്തു വാങ്ങുന്നത് സെന്റിലാണ്. മറ്റൊരു ചിലപ്പോൾ സ്ക്വയർ ഫീറ്റിലായിരിക്കും, ഇവിടെ സെന്റിലാണ്. പക്ഷേ നമ്മുടെ പ്രമാണത്തിലോ പറ്റ് ജീവിതത്തിലോ ഈ സെന്റ് അളവ് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രമാണത്തിലോ പറ്റിച്ചിട്ടിലോ എവിടെ ഈ സെന്റ് അളവ് അവിടെ 6-നാണ് സ്ഥലത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 ഒരു ഫ്രഞ്ച് മെട്രിക് സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത് മെട്രിക് സിസ്റ്റമാണ്. സെന്റിമീറ്റർ മീറ്റർ അളവാണ് നമ്മൾ പിന്തുടരുന്നത്. ഈ മെട്രിക് സിസ്റ്റമാണ് പിന്തുടരുന്നത്, അതായിക്കോട്ടെ, ശരിയാണ്, അളവെടുക്കാൻ ഒരു സിസ്റ്റം വേണം, അതായിക്കോട്ടെ. പക്ഷെ ഒരു പ്രമാണം നമ്മൾ ഇപ്പൊ നമ്മളൊരു വസ്തു വാങ്ങുന്ന സെന്റിലാകുമ്പോൾ അവിടെ 5 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങും. അത് 5 സെന്റ് എന്ന് എഴുതിയാൽ വല്ലോ സംഭവിക്കും. ഒരു 5.5 സെന്റ് വാങ്ങാൻ 5.5 സെന്റ് പ്രമാണത്തിന് അങ്ങനെ എഴുതിയാൽ പോലെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും പറ്റും. വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പമായിട്ട്. അതിന് വിദഗ്ധർ തേടി പോകേണ്ട കാര്യമില്ല. ഒരു 6 എത്ര ആണെന്ന് അറിയാനും ഇപ്പൊ 2.47 സെന്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു വിദഗ്ധനെ തിരക്കി പോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റും. പക്ഷേ ഇത് വളരെ ലളിതമാക്കി എഴുതിക്കൂടെ, സെന്റിലങ്ങ് എഴുതിയാൽ പോലെ. അപ്പൊ അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ആ രീതിക്ക് അനുസരിച്ച് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ അതുപോലെ ലളിതമാക്കി ഇതിനെ മാറ്റാൻ പറ്റും. ഈ ലളിതമാക്കി മാറ്റേണ്ട കാര്യങ്ങളാണിത്. അല്ല ഇത്രയും ദുർഗ്രാഹ്യമാക്കി വെക്കേണ്ട, നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇത് വക്കീലന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മനസ്സിലാകത്തുള്ളൂ, അവർക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് അന്ന് എഴുതി വെച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജനത അടക്കി ഭരിക്കാൻ വേണ്ടിയാണ് അത് എഴുതി വെച്ചത്. കാരണം ഇവൻ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകരുത്, ഇങ്ങനെ കഷ്ടപ്പെട്ട് കൂടെ കിടക്കണം. അതിനുവേണ്ടി ചെയ്ത പണിയാണ് അവർ ചെയ്തത്. ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോഴും അത് തന്നെയാണ് പിന്തുടരുന്നത്. നമ്മളെ ഭരണാധികാരികൾക്ക് അത് മതി, നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അത് മതി. കാരണം അവർക്ക് ഡോക്യുമെന്റ് രസമുണ്ട്, ഒരു തരം ഓഫീസുകളിൽ കൈക്ക് ഇറക്കി നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ലാല അടിക്കാം. എന്തൊരു രസമാണ്. ആ ഒരു സന്തോഷത്തിലും ആ ഒരു മാനസിക വൈകൃതത്തിലുമാണ് അവർ ജീവിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നിയമങ്ങൾ അതുപോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആരാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ രജിസ്ട്രേഷൻ ആക്ട് ഒക്കെ മാറ്റേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ നിയമങ്ങൾ മൂലം. സംസ്ഥാനങ്ങൾക്ക് ഈ ഫെയർ വാല്യൂ തീരുമാനിക്കാനും രജിസ്ട്രേഷൻ ഫീസ് തീരുമാനിക്കാനും സ്റ്റാമ്പ് ഡ്യൂട്ടി തീരുമാനിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതുപോലെ ഇത് നെൽപ്പുരയിടമാണോ കരപ്പുരയിടമാണോ വെറ്റാനാണോ പാഡിലാൻഡാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയായിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്, സംസ്ഥാനങ്ങൾക്ക് അത് തീരുമാനിക്കുകയും ചെയ്യാം. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഈ നിയമം എന്ന് പറയുന്നത് അത് സെൻട്രൽ ആക്ടാണ്. അപ്പൊ തിരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് ഇത് തിരുത്തേണ്ടത്. അതുപോലെ സുപ്രീം കോടതി പറഞ്ഞത് അതിന്റെ ഒരു ഇൻഡെപ്തിലേക്ക് പോയി പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ കോടതികളിൽ പെൻഡിങ്ങിൽ നിൽക്കുന്ന സിവിൽ സംബന്ധമായ കേസുകളിൽ 66% ഈ വസ്തു വാങ്ങിയതും വിറ്റതും ആയി സംബന്ധിച്ചിട്ടുള്ള കേസുകളാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ സ്ട്രക്ചർ ചെയ്യണം, ഒളിച്ചെഴുതണം എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ഒരു ലേഖനം വായിച്ചപ്പോൾ റിട്ടയർ ചെയ്ത് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്, ജസ്റ്റിസ് ചെലമേശ്വര പറഞ്ഞത്, ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റം എന്താണ് സംഭവിച്ചത്, ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് ചർമ്മത്തിലുള്ള മാറ്റങ്ങളെ സംഭവിച്ചിട്ടുണ്ട്. വെള്ളക്കാർ പോയി, ചെറുകിൽ തമാശയ്ക്ക് പറയും വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു. അദ്ദേഹം പറഞ്ഞ വെള്ളക്കാർ പോയി വേറെ ഒരു തൊലിയുള്ളവർ വന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാം പഴയതുപോലെയാണ്, എല്ലാം പഴയ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി പോയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതാണല്ലോ ഇവിടെ കണ്ടത്. 1882 രജിസ്ട്രേഷൻ അല്ല 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും രജിസ്ട്രേഷൻ ആക്ടും കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ സാങ്കേതികമായി പോയിട്ടുള്ളൂ, പക്ഷെ അവരുടെ ആത്മാവ് ഇവിടെ ഉണ്ട്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയാലും അവരുടെ ആത്മാവ് ഇന്ത്യ വിട്ടു പോകില്ല എന്ന് പറഞ്ഞത് ഈ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനൊക്കെ എതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ പുതുതലമുറയാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞത്. ഈ വീഡിയോ പരമാവധി നമ്മുടെ പുതുതലമുറയ്ക്ക് ജെൻസിക്ക് ഷെയർ ചെയ്യണം. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു തലമുറയുണ്ട്, പക്ഷെ അവരാരും ഇതൊന്നും ചോദിക്കാൻ പ്രാപ്തരായ സംഭവമല്ല. ജെൻ വൈയും ജെൻ എക്സും മില്ലേനിയൽസിനൊക്കെയാണ് ജെൻ വൈ അവർ വിഷയിക്കുന്നത്. 1965 ശേഷം ജനിച്ചവരും 81 ശേഷം ജനിച്ചവരും അവരാരും ഭരണാധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള കഴിവുള്ളവരോ ധൈര്യമുള്ളവരോ അല്ല എന്നാണ് പൊതുവെ പറയുന്നത്. എങ്ങനെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് അവർ. പക്ഷേ ജെൻസി അങ്ങനല്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ജന്തർ മന്ദിറിൽ കണ്ടത്. ഈ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന ആ സമരം. ആ പിള്ളേർ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളൊരു പുതുതലമുറയാണ് നമുക്കിവിടെ വളർന്നു വരുന്നത്. അവർ വലിയ ആശ്വാസമാണ്. അവരാണല്ലോ പുതിയ ഇന്ത്യ ജനാധിപത്യപരമായി ഷേപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ജെൻസിക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെ മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.